ആ ധന, എന്താ ഇത്രയും താമസിച്ചത്? കുടുംബശ്രീക്കാരുടെ ബസ്സേ 8 മണിക്ക് തന്നെ തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെടുന്നു പറഞ്ഞ് വാസന്തി എന്നെ വിളിച്ചല്ലോ. അതെ, അവര് കറക്റ്റ് ടൈമിന് തന്നെ പുറപ്പെട്ടു. അതിനുശേഷേ ഞാനേ മറ്റേ മനോരോഗ ആശുപത്രിയിലേക്കൊന്ന് പോയി. മനോരോഗ ആശുപത്രി അല്ല അത്, തണൽ. ആ സ്ഥാപനത്തിന്റെ പേര് അങ്ങനെ തന്നെ പറഞ്ഞാ മതി. എന്ത് പേരിട്ട് വിളിച്ചാലും മനോരോഗികളെ ചികിത്സിക്കുന്ന സ്ഥലം മനോരോഗ ആശുപത്രി തന്നെയല്ലേ അച്ഛ? അല്ല, അച്ഛൻ പേടിക്കൊന്നും വേണ്ട. ദയ അങ്ങനെ ഒരു ആശുപത്രിയിലാണ് ഉള്ളതെന്ന് ഞാനോ വാസന്തിയോ ഇതുവരെ ആരോടും പറഞ്ഞിട്ടില്ല. വാസന്തി ഇനി 4 ദിവസം കഴിഞ്ഞല്ലേ വരൂ. അതിനു മുമ്പ് ദയെ അവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്യോ ധന? ഇപ്പോഴത്തെ കണ്ടീഷനിൽ ദയ നോർമലാ. ഇന്ന് ഞാൻ അവിടെ ചെല്ലുമ്പോഴേ അനന്തം മാഷു രഘുവൊക്കെ അവിടെ ഉണ്ടായിരുന്നു. എന്നിട്ട് അവര് ഡിസ്ചാർജ് ചെയ്ത് ദയെ വീട്ടിലേക്ക് കൊണ്ടുപോയിക്കോളാന്ന് പറഞ്ഞോ? മാഷ തന്നേ പറഞ്ഞതല്ലേ അച്ഛാ, നമ്മുടെ ശബരിയല്ലേ സമ്മതിക്കാത്തെ? അതെ അച്ഛാ, ശബരി സമ്മതിക്കില്ല. അവരുടെ ഇഷ്ടത്തിന് ഇനി അങ്ങനെ അങ്ങ് വിട്ടുകൊടുക്കാൻ പാടില്ലെന്ന് തന്നെ എന്റെ അഭിപ്രായം. ദയെ ശബരി നോക്കിയാലേ അവള് പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു വരും. ശബരി ദയെ ഡിസ്ചാർജ് ചെയ്ത് ഇങ്ങോട്ട് തന്നെ കൊണ്ടുവരും. കൊണ്ടുവരട്ടെ. ഞാനും ശബരിയോട് പറഞ്ഞതേ ഇങ്ങോട്ട് കൊണ്ടുവരാൻ തന്നെയാ. ഇപ്പൊ നിങ്ങൾ അതൊക്കെ പറയും. അവള് വയലിണ്ടാവുന്ന കണ്ടിട്ടില്ലല്ലോ. നീ കണ്ടിട്ടുണ്ടോ അനിതേ? ഇല്ലല്ലോ. ഹോസ്പിറ്റലിൽ നേഴ്സുമാർ അറ്റൻഡർമാരുള്ളതുകൊണ്ട് വലിയ കുഴപ്പമില്ല. അവർക്ക് പകരം ശബരി ഇവിടെ 24 മണിക്കൂറും ദയക്ക് കാവലിരിക്കേണ്ട ഗതികേടാ ഉണ്ടാവാൻ പോകുന്നേ. അതെന്തിനാ? ദയ ഇപ്പൊ നോർമലാന്നല്ലേ പറഞ്ഞത്? ഇപ്പൊ നോർമലാ. എപ്പോഴാ കിളി വറക്കുന്നതെന്ന് ദൈവത്തിനറിയാം. അനിത, രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് മാറ്റി വെച്ചിട്ടുണ്ടല്ലോ അല്ലേ? പുറത്തുനിന്ന് കഴിച്ചാൽ അങ്ങോട്ട് ശരിയായിട്ടില്ല. വരാൻ വൈകിയപ്പോ ഞാനെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചു. ഇപ്പൊ തണുത്ത് കാണും. അതൊന്നും കുഴപ്പമില്ല. അനിത അത് എടുത്തിട്ട് നല്ല പോലെ ചൂടാക്കി തന്നാ മതി. ഞാൻ ഇപ്പൊ വരാം. ധന, ദയെ ഇന്ന് ഡിസ്ചാർജ് ചെയ്യോ? അത് ഉറപ്പില്ല അച്ഛാ. ഡോക്ടർ ഇന്ന് വൈകിട്ട് വരും. ഇന്നല്ലെങ്കിൽ നാളെ ശബരി ദയം കൊണ്ട് ഇങ്ങോട്ടേക്ക് വരുമെന്ന് പ്രതീക്ഷിക്കാം. ദയ ഇങ്ങോട്ട് തന്നെ വരട്ടെ അല്ലേ അരുതേ? വരട്ടെ അച്ഛാ. നമ്മുടെ ശബരിയുടെ പെണ്ണല്ലേ, നമ്മുടെ ഉണ്ണിക്കുട്ടന്റെ അമ്മയല്ലേ. അവളെ നമുക്ക് നോക്കാം. അച്ഛൻ വിഷമിക്കല്ലേ.